കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിനെതിരെ സ്വന്തം ഭാര്യ ബിന്ദു ആരോപണമായിട്ട് മുന്നിലെത്തിയത്. അതായത് മാധ്യമങ്ങളുടെ മുന്നിലെത്തിയതെന്ന് വേണം പറയാനായിട്ട്. അതായത് ഈ മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിന്റെ ഭാര്യ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് വാളകത്തിലെ മന്ത്രിയുടെ വീട്ടിൽ വെച്ച് പരസ്ത്രീയുമായിട്ട് കണ്ടു എന്നാണ് പറഞ്ഞത്. അതും കൊള്ളില്ലാത്ത രീതിയിൽ, ചീത്ത രീതിയിൽ കണ്ടു എന്നാണ് ഭാര്യ പറയുന്നത്. പുറത്ത് പറയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ബന്ധത്തിൽ കണ്ടു എന്നാണ് നമ്മുടെ മന്ത്രിയുടെ ഭാര്യ പറയുന്നത്. ഇതിന് ഗണേഷ് കുമാറും വേറൊരു സ്ത്രീയായിട്ടുള്ള ഫോട്ടോ സഹിതം, എന്ന് വെച്ചാൽ അവിടെ വെച്ച് ആ സിറ്റുവേഷൻ എന്താണ് ആ സിറ്റുവേഷൻ നടന്നത് അതിന്റെ ഫോട്ടോ സഹിതം മന്ത്രിയുടെ ഭാര്യയുടെ കയ്യിലുണ്ടെന്നായിരുന്നു മന്ത്രിയുടെ ഭാര്യ പറഞ്ഞിരുന്നത്. പിന്നീട് ഇതേ തുടർന്ന് മന്ത്രിയുടെ സ്റ്റാഫ് വന്നിട്ട്, പേഴ്സണൽ സ്റ്റാഫും ബാക്കിയുള്ള ആൾക്കാരും കൂടി ചേർന്നിട്ട് അതായത് ഈ ഭാര്യയുടെ കയ്യിൽ നിന്നും ഫോൺ തട്ടിപ്പറിക്കാനുള്ള ശ്രമവും നടത്തി. ഇതേ തുടർന്ന് മന്ത്രിയുടെ ഭാര്യ മുൻ DGP ആയ ശ്രീലേഖയെ വിളിച്ച് സംസാരിച്ചു. അപ്പോൾ ശ്രീലേഖ അവിടുന്ന് പറഞ്ഞു 112 വിളിച്ച് കാര്യം പറയാൻ പറഞ്ഞു. അങ്ങനെ മന്ത്രിയുടെ ഭാര്യ 112 വിളിച്ച് കാര്യം പറയുന്നു. അവിടെ നിന്ന് പോലീസ് സംഘീതം മറ്റ് ആൾക്കാരും എത്തുന്നു. ഇത് വലിയൊരു വിവാദത്തിലേക്കാണ് പോകുന്നത്. എനിക്ക് ഞാൻ 2014 മാരേജ് കഴിഞ്ഞ് കുറെ വർഷങ്ങളായിട്ട് എനിക്ക് പ്രശ്നങ്ങളൊക്കെ തന്നെയാണ്. ഞാൻ 2019 ഒരു വലിയ പ്രശ്നം ആയപ്പോഴും ലേഖ ചേച്ചിയെ കോൺടാക്ട് ചെയ്തിരുന്നു. എന്റെ കസിൻ ബ്രദർ, അതായത് എന്റെ പപ്പയുടെ സിസ്റ്ററുടെ മോനാണ് ശ്രീലേഖയുടെ ഹസ്ബൻഡ്. അതെ. അപ്പോൾ ഞാൻ 2019 കോൺടാക്ട് ചെയ്തിരുന്നു. അന്ന് ഇതുപോലെ ഒരു കോംപ്രമൈസിനായിട്ട് ഞങ്ങൾ സംസാരിക്കുകയെല്ലാം ചെയ്തിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരുമിച്ച് താമസിക്കുന്നു. പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾ തമ്മിൽ. ഇതെല്ലാം എല്ലാവർക്കും അറിയുന്ന വിഷയങ്ങളാണ്. എന്തുകൊണ്ടാണ് ഗണേഷ് കുമാറായിട്ട് പ്രശ്നം ഉണ്ടായിരുന്നത് എന്ന് എല്ലാവർക്കും ലോകം മുഴുവൻ അറിയുന്ന കാര്യങ്ങളാണ്. പക്ഷേ കഴിഞ്ഞ എസ്പെഷ്യലി മന്ത്രിയായി കഴിഞ്ഞിട്ട് എനിക്ക് വളരെ വളരെ പ്രശ്നങ്ങളാണ്. അതായത് മന്ത്രിയുടെ കൂടെയുള്ള ഫ്രണ്ട്സ് ആയാലും മന്ത്രിയുടെ സ്റ്റാഫ് ആയാലും എല്ലാം എനിക്കെതിരാണ്. പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി പവറിന്റെയും പൊസിഷന്റെയും കൂടെയല്ലേ ആൾക്കാർ നിൽക്കുള്ളൂ. സോ ഐ ബീൻ കംപ്ലീറ്റ്ലി അലോൺ. പക്ഷെ ഞാൻ എന്റേതായ ഇതിൽ, കാരണം എനിക്ക് അത്രയും പേടിയാണ്. എനിക്കൊരു വയസ്സായി, ഇപ്പോ മെമ്മറി പോലും ഇല്ലാത്ത എന്റെ ഒരു അമ്മ. ഈ മെനഞ്ഞാം ദിവസം ഈ വാളകത്ത് കഴിഞ്ഞ ദിവസം ഇന്നലെ ശനിയാഴ്ചയാണെന്ന് തോന്നുന്നു. ശനിയാഴ്ച ശരിക്കും ഞാനിപ്പോ 2 മാസമായിട്ട് ഇതേപോലെ ഇലക്ഷന്റെ സമയത്താണ് ഞാൻ അവിടെ, പഞ്ചായത്ത് ഇലക്ഷന്റെ സമയത്താണ് ഞാൻ ഇടയിൽ വന്നത്. അതിന് മുന്നേയും പ്രശ്നമായിരുന്നു. പല സ്ത്രീകളുടെയും പ്രശ്നം വെച്ച് ഞാൻ വഴക്കൂടും. അപ്പൊ എന്റെ ഫ്രണ്ട്സിനെ ഞാൻ ആരോട് അവരുടെ സ്റ്റാഫിന്റെ ഫോൺ ട്രാക്ക് ചെയ്യും. ഞാൻ ആരെടുത്താ വിളിച്ചാൽ നോക്കി അവരുമായിട്ട് എന്നെ കണക്ട് ചെയ്ത് ഞാൻ അവരുമായിട്ട് ബന്ധമാണെന്ന് പറഞ്ഞ് അങ്ങനെയാണ് എന്നെ കൺട്രോൾ ചെയ്ത് നിർത്തുന്നത്. അപ്പൊ അവിടെ എല്ലാം പറയും ഞാൻ അമേരിക്കയിലേക്ക് ആരുടെ കൂടെ പോയി, ദുബായിലേക്ക് പോയി, അങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ നിർത്തും. സോ അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ 2 മാസമായിട്ട് എന്റെ ഫോൺ ബ്ലോക്ക് ചെയ്തേക്കാണ്. അവരുടെ സ്റ്റാഫ് എന്നോട് സംസാരിക്കരുത് എന്നൊക്കെ പറഞ്ഞ് ഇൻസ്ട്രക്ഷൻ കൊടുത്തിരിക്കണം. അപ്പൊ വാളകത്തെല്ലാം ഇതെല്ലാം നടക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞതുകൊണ്ട് ഞാൻ പല സ്ത്രീകളെയും വിളിച്ച് ഞാൻ കുറെ ഫയർ ചെയ്യലും ഒക്കെ നടന്നിട്ടുണ്ട്. പക്ഷെ ഒന്നും ശരിയാവുന്നില്ല. അപ്പൊ സംശയ രോഗമാണെന്ന് പറഞ്ഞ് എല്ലാവരുടെ പറയുന്നു, എന്റെ വീട്ടുകാരെ വിളിച്ച് പറയുന്നു. അപ്പൊ ഐ ജസ്റ്റ് വാണ്ടഡ് എ ക്ലോഷർ. ഞാൻ വിചാരിച്ചു ഞാൻ എന്തായാലും എനിക്കൊരു ക്ലോഷർ വേണം, പക്ഷെ എനിക്കിത് കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞു തന്നെയാണ് ഞാൻ ആരോടും പറയാതെ അവിടെ പോയി. ഞാൻ വാതിൽ തുറന്നു. ശാന്തൻ എന്ന് പറയുന്ന ഡ്രൈവർ ആയിരുന്നു. ഞാൻ ഉള്ളിലേക്ക് ചാടി ഓടി കയറി ബെഡ്റൂമിൽ പോയി കണ്ടത് എനിക്ക് വട്ടാണോ. ഞാൻ അവിടെ കണ്ടു കഴിഞ്ഞ് അവിടെ ശാന്തൻ ഓടി വന്ന് എന്നെ തടയാനും ഞാൻ ഫോട്ടോ എടുക്കാൻ നോക്കിയപ്പോ എനിക്ക് ഐ കനോട്ട് എക്സ്പ്ലെയിൻ ഞാൻ എന്ത് കണ്ടു. മോശത്തിനെക്കാട്ടും പറഞ്ഞാൽ അറിയാത്ത എന്റെ ഐ ഹാവ് ഓൾ ദ പിക്ചേഴ്സ്. വീഡിയോ അല്ല, ഫോട്ടോസ് എല്ലാം ഉണ്ട് എന്റെ കയ്യില്. പോലീസിനെ വിളിച്ചോ? എന്തായിരുന്നു? ഞാൻ പോലീസിനെ അല്ല, എനിക്ക് ഐ ലോസ്റ്റ് കൺട്രോൾ. പക്ഷെ ഞാൻ ഐ ഡിഡ് നോട്ട് യൂസ് എ ബാഡ് വേർഡ്. ഐ ഡിഡ് നോട്ട് ഫിസിക്കലി അസോൾട്ട് എനിവൺ. മന്ത്രിയെയോ മന്ത്രിയുടെ കൂടെ ഉണ്ടായിരുന്ന ആളെയോ ഒന്നും ഞാൻ ചെയ്തില്ല. പക്ഷെ ഞാൻ ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചു. ബിക്കോസ് മന്ത്രി അത് പിന്നെയും പറയും എനിക്ക് ഭ്രാന്താണ്, എനിക്ക് സംശയമാണെന്ന് ഞാൻ തിരിച്ചു വന്നു കഴിഞ്ഞാൽ. അതുകൊണ്ട് ഞാൻ ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചപ്പോ എന്നെ ശാന്ത അവരെ പിടിക്കുക, അവരുടെ ഫോൺ മാറ്റുക എന്നൊക്കെ പറഞ്ഞ് എന്നെ ഹി വാസ് ട്രൈങ് ടു അസോൾട്ട് മീ, ട്രൈ ടു സ്നാച്ച് മൈ ഫോൺ. പക്ഷെ ഞാൻ അതൊന്നും സമ്മതിച്ചില്ല. ഞാൻ ഉടനെ ലേഖ ചേച്ചിയെ വിളിച്ചു. ബിക്കോസ് എനിക്ക് അറിയായിരുന്നു എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഞാൻ ലാസ്റ്റ് ഡയൽ നമ്പർ ലേഖ ചേച്ചി നെറ്റിട്ടാണ് ഞാൻ പോയത്. ഞാൻ ലേഖ ചേച്ചിയോട് പറഞ്ഞു, ഇഫ് ഐ നീഡ് എനി ഹെൽപ്പ് യു ഹാവ് ടു പിക്ക് അപ്പ് മൈ കോൾ. അത് അല്ലാതെ ഒരു BJP സ്ഥാനാർത്ഥി ഒന്നും അല്ല. ചേച്ചി എന്റെ ബ്രദറിനെ കല്യാണം കഴിച്ചിട്ട് എത്രയോ വർഷങ്ങളായി. സോ അത് വിളിച്ചു. അപ്പൊ ചേച്ചി പറഞ്ഞു, ബിന്ദു ഇമ്മീഡിയറ്റ്ലി യു കോൾ കൺട്രോൾ റൂം 112. ഇങ്ങനെയാണ് ഞാൻ വിളിച്ചത്. ലേഖ ചേച്ചി എന്ന് പറഞ്ഞു വിളിച്ച് കണ്ടപ്പോ അവരെന്നെ ഒന്നും ചെയ്യാൻ അവർക്ക് പറ്റിയില്ല. ഞാൻ ഓടി, ഐ റാൻ ഔട്ട്. പോലീസ് വന്നു കഴിഞ്ഞ് പുറത്തേക്ക് വരാൻ നേരത്ത് പ്രദീപ് എന്ന് പറഞ്ഞാല് എന്റെ വാതിൽ തുറക്കാൻ സമ്മതിച്ചില്ല. വാതില് എന്റെ കൈ പിടിച്ച് വാതിൽ അടയ്ക്കാനൊക്കെ നോക്കി. ഞാൻ ഹെൽപ്പ് എന്നൊക്കെ പറഞ്ഞ് നിലവിളിച്ചു.
അത് കഴിഞ്ഞ് പോലീസ് വരുന്നതിന് മുന്നേ തന്നെ ഗണേഷ് കുമാർ ഈ സ്ത്രീയായിട്ട് കുട്ടിയും സ്ത്രീനെ കൊണ്ടുവന്ന കാറിൽ ശാന്തം കയറ്റി ശാന്തം കൊണ്ടുപോയി ഗണേഷ് കുമാർ ഉള്ളിലേക്ക് ഓടി വാതിലടച്ചു. സോ കേട്ടല്ലോ, അപ്പൊ ഇതാണ് നമ്മുടെ ഗണേഷ് സാറിന്റെ ഭാര്യ പറയുന്നത്. നമ്മളതെല്ലാവരും തന്നെ ഓൾറെഡി കേട്ടതാണ്. പക്ഷേ ഇതേ ഒരു ആരോപണമാണ് പണ്ട്, അതായത് 2013 ഉമ്മൻചാണ്ടി സാറ് ഭരിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഉണ്ടായത്. അതായത് ആ സമയത്ത് ഗണേഷ് കുമാറിന്റെ മുൻ ഭാര്യ യാമിനി തങ്കച്ചിയായിരുന്നു ഇതേപോലത്തെ ഒരു ആരോപണം ഉണ്ടാക്കിയത്. ഇതേ തുടർന്ന് ഈ ഗണേഷ് കുമാറിനോട് നമ്മുടെ അന്നത്തെ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടി സാറ് രാജി ചോദിക്കുകയും ചെയ്തു. ഗണേഷ് കുമാർ രാജി വെക്കുകയും ചെയ്തു. അന്നും ഇതുപോലെ തന്നെ ഈ ഗണേഷ് കുമാറിന്റെ, അതായത് അന്ന് അവിഹിതം നടന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നല്ലോ, ആ സ്ത്രീയുടെ ഭർത്താവ് വന്നിട്ട് ഗണേഷ് കുമാറിന്റെ ചെവിക്കല്ല് അടിച്ചു പൊളിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ അന്നും ഇതുപോലെ കെ ബി ഗണേഷ് കുമാർ മാപ്പ് ചോദിക്കുക, അതായത് ക്ഷമ ചോദിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഈ പ്രശ്നം സോൾവ് ആക്കിയത്. പിന്നെ അദ്ദേഹം രാജിവെക്കുകയും ചെയ്തു. അതായത് നമ്മുടെ നാട്ടിൽ ഒരു മന്ത്രി എന്നൊരാൾക്ക് ഇതൊക്കെ ചെയ്യാമോ? ഒരു മന്ത്രി എന്നൊക്കെ പറയുമ്പോൾ നമ്മളെല്ലാവർക്കും ഒരു മാതൃക ആവേണ്ട ഒരാളല്ലേ. അപ്പൊ ഒരു മന്ത്രിക്ക് പബ്ലിക്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആവർത്തിക്കാമോ? അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ തന്നെ എല്ലാം നമ്മുടെ നാട്ടിൽ നടക്കുന്ന എല്ലാ സാധാരണക്കാരും ഇതൊക്കെ ഒരു കാര്യമാക്കി പറയില്ലേ. മന്ത്രി കെ ബി ഗണേഷ് കുമാറിന് ഇങ്ങനെ ആവാമെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് എന്താ ആയാൽ എന്നൊരു കാര്യമല്ലേ ഇവിടെ ഉണ്ടായി വരുന്നത്. അതായത് ഇതേ സംഭവം, അതായത് അന്ന് യാമിനി തങ്കച്ചിയായിരുന്നെങ്കിൽ ഇന്ന് മറ്റൊരു, അതായത് ഇപ്പോഴത്തെ ഭാര്യയായ ബിന്ദു എന്നവരാണ് ഈ സംഭവത്തിന് സാക്ഷിയായത്. ഇതിനെല്ലാം സംരക്ഷണം കൊടുക്കുന്ന ആരാ? നമ്മുടെ ഖജനാവിന്ന്, അതായത് നമ്മുടെ സർക്കാർ ഉദ്യോഗസ്ഥരായ നമ്മുടെ ട്രഷറിയിൽ നിന്ന് ശമ്പളം വാങ്ങിക്കുന്ന അവരാണ് ഇതിനെല്ലാം സംരക്ഷിക്കപ്പെടുന്നതെന്നും കൂടി നമ്മൾ ആലോചിക്കണം. നമ്മുടെ സർക്കാരിൽ ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ ഈ പിമ്പായിട്ട് നിർത്താനാണ് ഈ മന്ത്രിമാരും മറ്റുമൊക്കെ ഉപയോഗിക്കുന്നത്. അതിലെനിക്ക് ഏറ്റവും തമാശയായിട്ട് തോന്നുന്നു, 1 അല്ല 5000 പ്രണയം ഉണ്ടാവുന്ന. ഞാൻ പണ്ട് നമ്മുടെ കാസിനോ അല്ലെങ്കിൽ നമ്മുടെ ലാലേട്ടനാണ് ഇങ്ങനെയൊക്കെ നമ്മൾ പ്രണയം എന്നൊരു സിനിമയുടെ ഒരു ഇത് വന്നപ്പോഴത്തേക്കും പുള്ളിയാണ് ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞു കേട്ടേക്കണത്. പക്ഷെ ഇപ്പോ ഇദ്ദേഹവും പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് അദ്ദേഹം പറഞ്ഞ ചിരിയാണ് പറഞ്ഞത്. ഇത്രയ്ക്ക് ബോധമില്ലാതായിപ്പോയി നമ്മുടെ കേരളം ഭരിക്കുന്ന ഒരു മന്ത്രിക്ക് എന്നൊരവസ്ഥയിലായിപ്പോയി ഞാൻ വരെ ചിന്തിച്ചത്. അതുപോലെ തന്നെ ഇദ്ദേഹം ഒരുപാട് പേര് മാതൃകയാക്കി പറയുന്നുണ്ട്. അതായത് നമ്മുടെ നെഹ്റു, പിന്നെ വാജ്പേയി, പിന്നെ ആരായിരുന്നു രാജീവ് ഗാന്ധി, പിന്നെ എന്താണ് മാധവിക്കുട്ടി, ഇവരെയൊക്കെ ഇദ്ദേഹത്തിന്റെ ഈ അവിഹിതത്തിന്, അതായത് ഈ പരസ്ത്രീ ബന്ധത്തിനായിട്ട് ഉപമിക്കുകയാണ് ഇദ്ദേഹം ചെയ്തത്. ആ ഒരു ക്ലിപ്പ് ഒന്ന് നമുക്ക് കേട്ടു നോക്കാം. ഗണേഷ് കുമാറിന് 1 അല്ല 5000 പ്രണയമുണ്ട്. വ്യക്തിപരമായ കാര്യങ്ങളെ സൈബർ ഇടങ്ങളിൽ ആക്രമിക്കുന്നത് പൈസ കൊടുത്ത് രാഷ്ട്രീയം, ഇവിടെ കോൺഗ്രസ് UDF നടത്തുന്ന ഒരു രാഷ്ട്രീയമാണത്. അതിനകത്ത് BJPയും പങ്കാളിയാണ്. ഗണേഷ് കുമാറിന് പ്രണയമുണ്ടോ എന്ന് ചോദിച്ചാൽ മാധവിക്കുട്ടിക്ക് പ്രണയം ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുന്ന പോലെ ഉള്ളൂ. മനസ്സിലായോ? നിങ്ങളിൽ പ്രണയിക്കാത്തവരാരാണ്? ഗണേഷ് കുമാറിന് 1 അല്ല 5000 പ്രണയമുണ്ട്. എനിക്കെപ്പോഴും വീട്ടിനകത്ത് തന്നെയാണ് ശത്രുക്കൾ, വെളിയിൽ നിന്നാരും വരാറില്ല. ഇനി ഇതിന്റെ ഇടക്ക് വിവാദമായ മറ്റൊരു പ്രശ്നമാണ് രാഹുലുമായിട്ട് ഇത് എങ്ങനെ വരണേന്ന്. ഈ രാഹുലിന്റെ കേസില് എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് നമ്മുടെ മന്ത്രിസഭ എന്ത് തീരുമാനം എടുത്തു, അതായത് ജസ്റ്റ് ഒരു KPCC പ്രസിഡന്റ് ഒരു പരാതി കിട്ടി, പിന്നെ എന്തായിരുന്നു, പിന്നെ മെയിൽ വഴി മുഖ്യമന്ത്രിക്ക് പരാതി കിട്ടി. അപ്പോഴൊക്കെ നമ്മുടെ ഭരണകർത്താക്കന്മാർ എന്താ ചെയ്തത്? അവര് ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ തന്നെ, അതായത് നമ്മുടെ രാഹുലിനെ ഇട്ട് ഓടിച്ചിട്ട് പിടിക്കാനുള്ള ഒരു സംഭവമാണ് നടന്നത്. എന്തുകൊണ്ട് അങ്ങനെ ഒരു സംഭവം ഇവിടെ നടന്നില്ല? ഓടിച്ചിട്ട് പിടിക്കണം എന്നല്ല, രാഹുലിനെ ക്രൂശിച്ചതുപോലെ ഇവിടെ ക്രൂശിക്കണം എന്നും നമ്മൾ ആരും പറയുന്നില്ല. പക്ഷെ അതിലും ഒരു നാണം കെട്ട പ്രവൃത്തിയല്ലേ ഈ കെ ബി ഗണേഷ് കുമാർ എന്ന വ്യക്തി കാണിച്ചു കൂട്ടിയത്. അതായത് അദ്ദേഹം മീഡിയാസിനോട് പറയുന്നുണ്ട്, എന്ത് തോന്നിവാസങ്ങൾ കാണിച്ചാലും അദ്ദേഹത്തിന് വോട്ട് കിട്ടും. അതായത് പത്തനാപുരം എന്നും അദ്ദേഹത്തിനുള്ളതാണ്. കാരണം അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനം അതുപോലെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് തോന്നിവാസങ്ങൾ കാണിച്ചാലും അദ്ദേഹത്തിന്റെ കൂടെ തന്നെ നിൽക്കും. അതായത് അന്ന് ഇതുപോലെ ക്ഷമ പറഞ്ഞപ്പോഴത്തേക്കും തീർന്നതാണ് ഈ പ്രശ്നം. അതേപോലെ തന്നെയാണ് ഇപ്പോഴത്തെ കേസ് നടക്കുന്നത്. അതായത് പിന്നീട് എങ്ങനെയാണോ എന്തുകൊണ്ടാണോ എന്ന് നമുക്കറിയത്തില്ല. ഈ പറയുന്ന ഇപ്പോഴത്തെ ഭാര്യയും ക്ഷമിച്ചു, ഒരു ക്ഷമാപണത്തിൽ തീരുന്നതാണ്. ഇദ്ദേഹത്തിന് ഇതിനും മുൻപ് ഇതുപോലെ ഒന്ന് ആവർത്തിച്ചപ്പോൾ ക്ഷമ കൊടുത്ത് അല്ലെങ്കിൽ മാപ്പ് കൊടുത്തത്, അതായത് മാപ്പ് കൊടുക്കുന്ന ക്ഷമ കൊടുക്കണമെന്നും ഒന്നും തെറ്റാണെന്നല്ല പറയുന്നത്. ഒരു ക്ഷമ കൊടുത്തപ്പോഴത്തേന് അദ്ദേഹം ഇത് വീണ്ടും ആവർത്തിക്കുകയല്ലേ ചെയ്തത്.
അതായത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിൽ ഒരു മെയിൽ വഴി പരാതി വന്നപ്പോഴും അതുപോലെ തന്നെ ഒരു KPCC പ്രസിഡന്റിന് പരാതി വന്നപ്പോൾ ഉടനടി ആക്ഷൻ ആയിരുന്നു. അത് ഓടിച്ചിട്ട് ഹോട്ടൽ മുറിയിൽ പോയിട്ട് പാതിരാത്രി 12:30 1:30 മണിയായപ്പോൾ ഓടിച്ചിട്ട് പോയിട്ട് പിടിക്കലായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനോട് ചെയ്യുന്നത്. പിന്നെ അതേ സംബന്ധിച്ച് ഒരുപാട് വിവാദങ്ങളും ഉണ്ടായി. എന്തുകൊണ്ട് നമ്മുടെ മന്ത്രി സ്ഥാനത്ത് നിൽക്കുന്ന ഒരാൾക്കെതിരെ ഇതൊന്നും സംഭവിച്ചില്ല? ഇതൊരു കുടുംബ പരാതിയാക്കി തീർക്കാനാ? എന്തായാലും സ്ത്രീ തന്നെയല്ലേ, ഒരു പരസ്ത്രീ ബന്ധം ഉണ്ടായതല്ലേ. എന്തുകൊണ്ട് ഇത് വലിയ ഇഷ്യൂ ആയില്ല? പോട്ടെ, വേണ്ട, നമ്മളത് ഇഷ്യൂ ഉണ്ട്, അവര് മാപ്പ് കൊടുത്തു, ഓക്കെ. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഇതിനിടയിൽ ഈ ഒരു പരസ്ത്രീ വന്നെന്ന് പറഞ്ഞല്ലോ, മറ്റൊരു സ്ത്രീയുമായിട്ടാണ് KB ഗണേഷ് കുമാറിന്റെ ബന്ധം ഉണ്ടായതെന്ന് ഈ ഭാര്യ ആരോപിച്ചു. എവിടെ ആ സ്ത്രീനെ കുറിച്ചുള്ള കാര്യങ്ങളൊന്നും കാണിച്ചില്ലല്ലോ. ആ സ്ത്രീനെ കടത്തിക്കൊണ്ടുപോയി എന്നാണ് പറഞ്ഞത്, അതായത് നമ്മുടെ ഈ ഗണേഷ് കുമാറിന്റെ ഭാര്യ പറഞ്ഞത്. എന്നിട്ട് ആ സ്ത്രീനെ കുറിച്ച് ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും കിട്ടിയില്ല. ആ സ്ത്രീക്ക് പരാതി ഉണ്ടോന്ന് അറിയത്തില്ല, ആ സ്ത്രീ കല്യാണം കഴിച്ചാണോന്ന് അറിയത്തില്ല, ഒന്നും നമുക്ക് ഇതിനെ കുറിച്ച് അറിയത്തില്ല. അതായത് നമ്മുടെ മുമ്പിൽ വന്ന എന്ത് തോന്നിവാസങ്ങളും കാണിക്കാം എന്നാണോ ഈ മന്ത്രി എന്ന പദവിയിലൂടെ ഓരോരുത്തരും നമുക്ക് കാണിച്ചു തരുന്നത്? നമ്മുടെ സംസ്ഥാനത്തിന്റെ ഒരു മന്ത്രി, അതായത് ഈ പദവി വെച്ചിട്ട് എന്തും കാണിച്ചു കൂട്ടാമെന്നാണോ? സാധാരണ രീതിയിൽ ഒരു മന്ത്രി എന്താ ചെയ്യേണ്ടത്? മന്ത്രി എല്ലാവർക്കും മാതൃകയാണ്, അവിടെയുള്ള ജനങ്ങൾക്ക് മാതൃകയാണ്. ഇദ്ദേഹം കാണിച്ചു കൂട്ടിയത് ശരിയാണോ? എനിക്ക് അതിനോട് യോജിക്കാൻ കഴിയുന്നില്ല എന്തൊക്കെ വന്നാലും. കാരണം ഇത് ഒരു തവണയല്ല, ഇതിപ്പോ 2ാമത്തെ തവണയാണ്. ഇതുപോലെ എത്ര പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഈ നമ്മുടെ മന്ത്രിയുടെ ഭാര്യയുടെ വോയിസ് തന്നെ പറയുന്നുണ്ട്, പല പ്രശ്നങ്ങളും മന്ത്രി KB ഗണേഷ് കുമാറായിട്ട് ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതിനോടൊന്നും നമുക്ക് യോജിച്ചു പോകാൻ സാധിക്കില്ല. ഇത് പത്തനാപുരത്തെ ജനങ്ങളും മനസ്സിലാക്കി വേണം അദ്ദേഹത്തിന് ഇനിയും ജയിപ്പിക്കാനും സീറ്റ് കൊടുക്കാനും എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ശരിയാണെങ്കിൽ എനിക്കും ഇഷ്ടപ്പെട്ട ഒരു മന്ത്രി തന്നെയാണ് KB ഗണേഷ് കുമാർ എന്ന് പറഞ്ഞത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാടിനു വേണ്ടി അദ്ദേഹം നന്മ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതുപോലെയുള്ള താന്തോന്നിത്തരങ്ങൾക്കൊന്നും നമ്മൾ ജനങ്ങൾ കൂട്ടു നിൽക്കരുത്. മനസ്സിലാക്കണം, എല്ലാം മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഓരോ വ്യക്തിയെ ജയിപ്പിച്ച് വിടാനായിട്ട്. നമ്മുടെ മന്ത്രി മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്, ഇതുപോലത്തെയുള്ള എന്ത് നാറി തരങ്ങളും കാണിച്ചാലും അവിടുത്തെ, അതായത് പത്തനാപുരത്തെ ജനങ്ങള് മന്ത്രിയെ സപ്പോർട്ട് ചെയ്യും എന്ന് തന്നെയാണ് മന്ത്രി മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. അതായത് ഇതൊന്നും നമ്മുടെ ജനങ്ങൾക്കൊരു വിഷയമല്ല എന്ന് തന്നെയാണ് മന്ത്രി മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്.